ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനാണ്. ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാതന്ത്ര്യ അനന്തര കാലം മുതൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്നുള്ള വിഷയമാണ്. നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള ഒത്തിരി ഇഷ്യൂസ്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ എക്സ്റ്റേണൽ റിലേഷൻസിൽ നമ്മളുടെ തോൺ ഇൻ ദ ഫ്ലഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മളുടെ ശരീരത്തിലെ മുള്ള് അല്ലെങ്കിൽ തറച്ചിരിക്കുന്ന മുള്ളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഏകദേശം അത്യാവശ്യം നല്ല ധാരണകളൊക്കെ ഉണ്ട്. എന്താണ് സംഭവം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ശരിക്കും ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വിഷയങ്ങൾ എന്താണെന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയോടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരേത് തരത്തിലുള്ള പോളിസിയാണ് 47 മുതൽ ഇന്ന് വരെ അവർ തുടർന്നുകൊണ്ട് വരുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കെല്ലാവർക്കും ഏറെക്കുറെയൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്നൊരു റിയാലിറ്റിയാണ്. പാകിസ്ഥാൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയൊരു രാജ്യമാണ്. നമുക്കതിനൊരു രാജ്യം എന്ന് വിളിക്കാൻ പോലും സാധിക്കത്തില്ല. കാരണം നമുക്കിപ്പോൾ ഇതുപോലുള്ളൊരു രാജ്യത്തെ രാജ്യമെന്ന് വിളിക്കണമെങ്കിൽ നമുക്കറിയാം, തീർച്ചയായിട്ടും അതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാകും. റെസ്പോൺസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രൈമറിലി അതിനകത്തിലുള്ള ജനങ്ങളോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുവാനും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കുവാനും സമാധാനപരമായിട്ടുള്ളൊരു ജനജീവിതം ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒരു സ്റ്റേറ്റിനുണ്ടെങ്കിൽ നമുക്ക് അതൊരു നേഷൻ സ്റ്റേറ്റ് നമുക്കതിനെ വിളിക്കാൻ പറ്റും. ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെ പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റാണ്. ഒന്ന്, നമ്മളുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളിൽ; രണ്ട്, നമ്മൾ ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ മറ്റ് രാജ്യങ്ങളോട് ഒക്കെയുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ തന്നെ വളരെ റെസ്പോൺസിബിളാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല, നമ്മൾ പ്രോക്സി വാറുകൾ ചെയ്യാറില്ല, നമ്മൾ ടെറർ ഓർഗനൈസേഷനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റ് രാജ്യത്തിൻ്റെ അകത്തെ ഡിസ്റ്റബിലൈസേഷൻ നമ്മൾ ചെയ്യാറില്ല. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ ഏതെങ്കിലും രാജ്യം നമ്മളെ അതുപോലെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളതൊരു ഗെയിം പ്ലാനിനകത്ത് നമ്മൾ ഏർപ്പെടുക എന്നുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെ നിരന്തരമായിട്ട് ഇന്ത്യയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന പോലെ ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്കൊരു റെസ്പോൺസിബിൾ നേഷൻ സ്റ്റേറ്റായിട്ട് ഒരിക്കലും കരുതാൻ കഴിയാത്തത് അതിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അവരങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേഷൻ സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനിയും എന്തുകൊണ്ട് അവരല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ് അല്ലെങ്കിൽ മാനുഫാക്ചർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു മാനുഫാക്ചർഡ് എൻറ്റിറ്റി, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി, ഒരു മാനുഫാക്ചർഡ് പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, ഒരു കൂട്ടം ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് അവർക്കവിടെ ജീവിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു രാജ്യമൊന്നുമല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനെക്കുറിച്ച് നമുക്കറിയാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങൾ, പിന്നെ കാശ്മീർ എന്നുള്ള വിഷയം ഉണ്ടായി. ഇതെല്ലാം നമുക്ക് ഹിസ്റ്ററിയും എല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ പാകിസ്ഥാൻ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റാണ്. പാകിസ്ഥാൻ ഒരു മാനുഫാക്ചേർഡ് എൻറ്റിറ്റിയാണ്. ഇനി ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന് നമുക്ക് തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തെ ബ്രിട്ടീഷുകാർ എന്ന് നമ്മൾ പറയുന്ന ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ എന്നുള്ള ഒരു സംവിധാനം, സാമ്രാജ്യ ശക്തികൾ, ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവരുടെ ലോങ് ടൈമിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാകിസ്ഥാനെ തീർച്ചയായിട്ടും അവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ആംഗ്ലോ അമേരിക്കൻ ക്രിയേഷനാണ്. ഇപ്പോഴും തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മുകളിൽ സ്വാധീനമുള്ളത് ഈ പറഞ്ഞ ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ പവേഴ്സിന് തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അമേരിക്ക പാകിസ്ഥാനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സഹായിക്കുന്നതും
മിലിറ്ററി അസിസ്റ്റൻസ് കൊടുക്കുന്നതും പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്, പാകിസ്ഥാൻ രാജ്യമല്ല, പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് കൊളാപ്സ് ചെയ്യാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടത്തുന്നത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പാകിസ്ഥാൻ ഡിസോൾവ് ആയി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻ അവിടെ ഇല്ലാതാകും തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്ത് പിന്നെ എന്താണ് പറയുന്നത്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു രാജ്യം എന്ന് നമുക്ക് പറയാം. ഫോർ ദ സേക്ക് ഓഫ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സംസാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഒരു രാജ്യം നമുക്ക് പറയാം. പക്ഷേ ആർട്ടിഫിഷ്യലാണ്, മാനുഫാക്ചറാണ് തീർച്ചയായിട്ടും. നമ്മളതിനെ സ്പെഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിൾസ് എന്നൊക്കെ പറയും, SUVs എന്നൊക്കെ നമ്മൾ പറയും. SUV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെഷ്യൽ യൂട്ടിലിറ്റി വെഹിക്കിൾസ് ആണ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയാണ്. അതിനുശേഷം അത് ഡിസോൾവ് ആകുകയോ അല്ലെങ്കിൽ നമ്മളതിനെ കണ്ടം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ SUV ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ ഈ പറഞ്ഞ ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നുകിൽ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞോ, അല്ലെങ്കിൽ അവർ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിസോൾവ് ആകുന്ന സമയം വരെയോ മാത്രമേ ഇതിൻ്റെ റിലവൻസും ഇതിൻ്റെ യൂട്ടിലിറ്റി ഉള്ളൂ. അതിനുശേഷം ഇതിന് റിലവൻസും യൂട്ടിലിറ്റി ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ അത് നമുക്കറിയത്തില്ല. ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോഴും വളരെ പവർഫുള്ളാണ് ലോകത്തിൽ. അതിനെ നമ്മളിപ്പോൾ അമേരിക്കൻ സൂപ്പർ പവർ എന്നോ അല്ലെങ്കിൽ അമേരിക്കൻ എംപയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. നേരത്തെ ബ്രിട്ടീഷ് എംപയർ ആയിരുന്നു. ബ്രിട്ടീഷ് എംപയർ എന്താണ് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്താണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനൊരു പരിണാമം എന്നാണ് അമേരിക്കൻ എംപയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കൻ സൂപ്പർ പവർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സംവിധാനം. അതൊരു നേഷൻ സ്റ്റേറ്റായിട്ടല്ല നിലനിൽക്കുന്ന വലിയൊരു സാമ്രാജ്യ സംവിധാനമായിട്ടാണ്. കാരണം ഒരു രാജ്യത്തിന് ഇത്രയും ലോകത്ത് ഇത്രയും മിലിറ്ററി ബേസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു രാജ്യത്തിന് ഇത്രയും രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു രാജ്യത്തിന് ലോകം മൊത്തം ഇത്രയും സർവ സൈന്യ ആധിപത്യം പിന്നെ ഇമ്പോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക നമ്മൾ സർവ്വസാധാരണമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഒരു രാജ്യമായിട്ടല്ല അത് ഫങ്ഷൻ ചെയ്യുന്നത്. അത് പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒരു പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം, എന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജിയോ പൊളിറ്റിക്കൽ വേൾഡ് ഓർഡറിലെ അവരുടെ ഒരു പരിണാമം മാത്രമാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ. ബട്ട് നമുക്ക് ജനറലി ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ സിസ്റ്റം എന്നോ ഒക്കെ നമുക്ക് പറഞ്ഞതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ ഇപ്പോഴും പിന്നെ സഹായിക്കുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഇന്ത്യക്കെതിരെ എന്തുമാത്രം ഈ പറഞ്ഞ വേണ്ടാദിനങ്ങൾ കാണിച്ചിട്ടും ഇന്ത്യ അമേരിക്കൻ തമ്മിൽ റിലേഷൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് വളരെ എന്താണ് പറയുന്നത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള തലത്തിലേക്കൊക്കെ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അമേരിക്ക എതിർക്കുകയോ പാകിസ്ഥാനെ കൊണ്ട് നിർത്തുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. കാരണം അതിനുവേണ്ടിയാണ് പാകിസ്ഥാനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പിന്നെ ഇസ്രായേലിനെ ഉണ്ടാക്കി. അത് നിയർ ഈസ്റ്റ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങളുടെ ഇടയ്ക്കോട്ട് ഇതിനെ ജാം ചെയ്ത് കയറ്റി മിഡിൽ ഈസ്റ്റിനെ മൊത്തം അവരുടെ പരിധിയിൽ അധികാര പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി, ചൈനയെ പിന്നെ പോക്ക് ചെയ്യാൻ വേണ്ടി തായ്വാൻ, കൊറിയ, വിയറ്റ്നാം ഇതുപോലുള്ള പിന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്നുവെച്ചാൽ ഈ രാജ്യത്തെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, ഈവൻ ജപ്പാൻ പോലും തീർച്ചയായിട്ടും. അപ്പോൾ ജപ്പാൻ, തായ്വാൻ, കൊറിയ എല്ലാ ഇപ്പോഴത്തെ സൗത്ത് കൊറിയ, വിയറ്റ്നാം ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആംഗ്ലോ അമേരിക്കൻ കീശയിലുള്ള രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ ഇന്ത്യ മാത്രമല്ല ടോട്ടൽ സെൻട്രൽ ഏഷ്യ മൊത്തം ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ ഈ ഗ്രേറ്റ് ഗെയിം എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള ഗ്രേറ്റ് ഗെയിമാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താണ് പറയുന്നത് ഡെവലപ്മെൻറ്റ്സാണ് നമ്മളിപ്പോഴും കാണുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ബ്രിട്ടൻ അല്ല പേരിൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റഷ്യയും വെസ്റ്റും ആംഗ്ലോ അമേരിക്കൻ, ഇപ്പോൾ അമേരിക്ക എന്നുള്ള ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അമേരിക്കയും റഷ്യയും എന്നുവെച്ചാൽ റഷ്യയുടെ സാമ്രാജ്യ അല്ലെങ്കിൽ റഷ്യയുടെ പവർ എക്സ്പാൻഷനെ അല്ലെങ്കിൽ ഡോമിനൻസിനെ പിന്നെ കണ്ടെയ്ൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക, ഡയലൂട്ട് ചെയ്യുക എന്നൊക്കെയുള്ള പണ്ട് റഷ്യയും ബ്രിട്ടനും തമ്മിലായിരുന്നല്ലോ ശരിക്കും പറയാനുള്ള കോൺഫ്ലിക്റ്റ് നോക്കാനല്ലോ. കാരണം അഫ്ഗാനിസ്ഥാനൊക്കെ ഇത്രയും ഒരു
കോൺഫ്ലിക്റ്റ് സോൺ ആയത് ഇവർ തമ്മിലുള്ള ഗ്രേറ്റ് ഗെയിമിൻ്റെ അല്ലെങ്കിൽ പവർ ഗെയിമിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആർട്ടിഫിഷ്യലായിട്ടൊരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് പാകിസ്ഥാനെയും പിന്നെ കാശ്മീരിനെയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഇന്ത്യ മാത്രം ചെക്ക്മേറ്റ് ചെയ്യാനല്ല, റഷ്യയുടെ കാസ്പിയൻ സീ ബോർഡിൽ റഷ്യയുടെ ഡോമിനൻസ് പിന്നെ തടയാൻ വേണ്ടി ആണ് ആംഗ്ലോ അമേരിക്കൻ ശക്തികൾ പാകിസ്ഥാനെ ക്രിയേറ്റ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ റീജിയൻ മൊത്തം ഡീസ്റ്റേബിൾ ട്രൈബൽ വാർഫെയറിലാക്കി. ട്രൈബൽ വാർഫെയർ നമുക്കറിയാം, ജിഹാദി പ്രോക്സി വാർഫെയർസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അൽ-ഖ്വയ്ദ, ലഷ്കർ ഇ തൈബ, ജെയ്ഷ് ഇ മുഹമ്മദ്, താലിബാൻ, തെഹ്രീക്ക് താലിബാൻ, ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന പേരുകളാണ്. ഇതെല്ലാം തന്നെ ഒത്തിരി ഇതിൻ്റെ ഓഫ് ഷൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ എൻ്റെ റീജിയനെ ഡീസ്റ്റേബിലൈസ് ചെയ്യുക, സെൻട്രൽ ഏഷ്യ ഇൻ ഷോർട്ട്. അത് ചൈനയും തീർച്ചയായിട്ടും ഉൾപ്പെടും. ചൈന എൻ്റെ ഒരു വിക്ടിം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ആകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കാരണം അവരുടെ ഷിങ്ജിയാൻ എന്ന് പറഞ്ഞൊരു പ്രവിശ്യ എന്നതല്ലേ, ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ ഒക്കെ. അപ്പോൾ നാളെ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ തിരിഞ്ഞു കൊത്തും, അല്ലെങ്കിൽ അവർക്ക് കൊത്തേണ്ടി വരും പടിഞ്ഞാറൻകാരുടെ നിർദ്ദേശം അനുസരിച്ച് എന്നുള്ളത് അതിനകത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ചൈനയ്ക്കെതിരെയുള്ള അവരുടെ എന്താണ് പറയുന്നത് ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പഴയതുപോലെ ചൈന ഇപ്പോൾ അത്ര സേഫ് അല്ല എന്ന് നമുക്കറിയാം. തായ്വാൻ ഒരു ഫ്ലാഷ് പോയിൻ്റാണ്. പിന്നെ സൗത്ത് ചൈന സീയിൽ പല ഫ്ലാഷ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചൈനയെ തീർച്ചയായിട്ടും ചെക്ക്മേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചൈനയെ കണ്ടെയ്ൻ ചെയ്യാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ അവരതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യ അതിനകത്ത് നിന്നൊക്കെ വളരെ വിദഗ്ധമായിട്ട് നമ്മൾ ഈ വരാലിൻ്റെ കൂട്ട് വഴുതി മാറുന്നുണ്ട്. കാരണം ഇന്ത്യ എല്ലായിടവും ഉണ്ട്. എല്ലായിടവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സിലും ഉണ്ട്, ക്വാഡിലും ഉണ്ട്, അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, എല്ലായിടവും ഉണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നു പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്കിൻ്റെ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇഷ്യൂ, ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാകിസ്ഥാൻ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ആണ്. അത് ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സെൻട്രൽ ഏഷ്യ ഇൻക്ലൂഡിങ് ഇന്ത്യ, ചൈന, റഷ്യ, ഈവൻ ഇറാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഒന്നുകിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തെ എതിർക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഒരു വലിയൊരു പവർഫുള്ളായിട്ടുള്ള ഗ്രൂപ്പ് ആകുന്നതിൽ നിന്നും ഇതിനെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു പ്രോക്സി സ്റ്റേറ്റാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം ഏകദേശം 89-90 കാലഘട്ടത്തിൽ വരെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അന്ന് കമ്മ്യൂണിസത്തെ എതിർക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള കൂട്ടാളികളുടെയൊക്കെ തന്നെ പ്രധാന ലക്ഷ്യം. അതിനുശേഷം കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയൻ കൊളാപ്സായി, കമ്മ്യൂണിസത്തിൻ്റെ ത്രട്ടൊന്നും ഇനിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം അമേരിക്കൻ സഖ്യകക്ഷികളുടെയൊക്കെ തന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വാർ ഓൺ ടെററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നുവെച്ചാൽ തീവ്രവാദത്തിനെതിരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ തീവ്രവാദത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക് ആണെന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഗൻസ് അല്ല, ലിംസാണ് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ, ഇസ്രായേൽ, മനസ്സിലായില്ല. എന്നുവെച്ചാൽ അവരുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മൾ ഈ കൊട്ടേഷൻ ഗ്യാങ്സ് എന്ന് നമുക്കിവിടെ പറയാം. ഓരോരുത്തർക്കും ഓരോ ജോബാണ്. പാകിസ്ഥാനുള്ള ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിനെ സപ്ലൈ ചെയ്യുക, സൗദിക്കുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഫണ്ട് ചെയ്യുക, അമേരിക്ക അതുപോലുള്ള ലണ്ടൻ അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ അമേരിക്ക എന്നുള്ള അതിൻ്റെ ബ്രെയിൻ വർക്ക്, ആയുധങ്ങൾ കൊടുക്കുന്ന വേറെ രാജ്യമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഈ അവരുടെ ആംഗ്ലോ അമേരിക്കൻസിൻ്റെ ഈ പറഞ്ഞാൽ ലാർജർ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസിൻ്റെ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഓബ്ജക്റ്റീവ്സിൻ്റെ ലക്ഷ്യത്തിന് നേടുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ റീജിയൻസ് എല്ലാം, ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ടൂള്, ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോക്സി സ്റ്റേറ്റാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്. അതിനെ നമ്മൾ എതിർക്കുകയല്ല. അത് നമ്മൾ ഒരു ഇന്ത്യൻ പൗരനിൽ
രീതിയിൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണോ അതിനോട് ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നതും നിൽക്കേണ്ടതും. അതിനകത്തിൽ തെറ്റൊന്നുമില്ല, അതിനകത്ത് തെറ്റല്ല, അത് നമ്മളങ്ങനെ ആയിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു അതിൻ്റെ റിയാലിറ്റിയാണ് ശരിക്കുന്നത്. ആ ഫ്ലിപ്പ് സൈഡുണ്ട്, മറുവശത്തിലെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട് നമ്മൾ ഒഫീഷ്യൽ സ്റ്റാൻഡാണ്, അതുകൊണ്ടാണ് നമ്മൾ തേർഡ് പാർട്ടി മീഡിയേഷൻ ഒന്നും ഈ കാശ്മീർ വിഷയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലോ ഒന്നും നമ്മൾ അനുവദിക്കാതെ പെർമിറ്റ് ചെയ്യാത്തത്. ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ അതിനെ ഒരിക്കലും വെൽക്കം ചെയ്യത്തില്ല, വേണമെന്നും പറയത്തില്ല, വേണമെന്നും പറയത്തില്ല. ബിക്കോസ് നമ്മുടെ സ്റ്റാൻഡ് അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയും പാകിസ്ഥാൻ നമ്മളൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കാശ്മീർ ഇതൊരു ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ദർ ഈസ് നോ തേർഡ് പാർട്ടി മീഡിയേഷൻ. അതിപ്പോൾ ചൈന പറഞ്ഞാൽ, ഈവൻ റഷ്യ പോലും പറഞ്ഞാൽ ഇന്ത്യ അതിനകത്ത് ഒരിക്കലും അതിനെ അപ്രൂവ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് നോ തേർഡ് പാർട്ടി, അത് അമേരിക്ക ആയാലും ശരി, ബ്രിട്ടൻ ആയാലും ശരി, കാനഡ അല്ലെങ്കിൽ ചൈന, റഷ്യ, ഈവൻ ഇറാൻ അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളായാലും ശരി, അതിനകത്തിൽ ദർ ഈസ് നോ സേ എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ്. അത് നമ്മൾ കറക്റ്റുമാണ് നമുക്ക്. കാരണം കാശ്മീർ നമ്മുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, നമ്മുടെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് കാശ്മീർ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ നമുക്ക് തരിക, നമ്മുടെ ഭാഗമാണ് ഇല്ലേ, എന്നിട്ട് അത് അവരുടെ ബിസിനസ് നോക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ. പാകിസ്ഥാൻ പറയുന്നത് ഇതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡാണെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻ്റെ ടോപ്പിക്കിൻ്റെ കണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ബൈലാറ്ററൽ ഇഷ്യൂ ആണെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലിപ്പ് സൈഡിൽ നമ്മൾ ഇതിൻ്റെ റിയാലിറ്റി നോക്കുമ്പോൾ ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആയിരിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം ബൈലാറ്ററൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ റിലേഷനിൽ ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ബൈലാറ്ററൽ റിലേഷൻ അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തൊട്ടടുത്തുള്ള രാജ്യങ്ങളുമായിട്ടുമാകാം, നമുക്ക് അതിന് അപ്പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടാകാം. എന്നുവെച്ചാൽ നമ്മളുമായിട്ട് അതിർത്തി പങ്കിടാത്ത, നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റ് എന്ന് പറയാൻ കഴിയാത്ത രാജ്യങ്ങളുമായിട്ട് എല്ലാം നമുക്ക് ബൈലാറ്ററൽ റിലേഷൻസ് ഉണ്ട്. നമുക്ക് അമേരിക്കയായിട്ട് ബൈലാറ്ററൽ റിലേഷനാണ്, ബ്രിട്ടനുമായിട്ട് ബൈലാറ്ററൽ റിലേഷനാണ്, ഫ്രാൻസുമായിട്ട്, UAE ആയിട്ട്, കാനഡയായിട്ട് എല്ലാം നമുക്ക് ബൈലാറ്ററൽ റിലേഷൻസാണ്. അത് പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങോട്ടും ഉഭയകക്ഷി ബന്ധങ്ങൾ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് റിലേഷനാണ്. ആ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് റിലേഷൻ ബൈലാറ്ററൽ ആകണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മളും ഒരു രാജ്യം തമ്മിൽ ബൈലാറ്ററൽ റിലേഷൻ ഉണ്ട്. ആ ബൈലാറ്ററൽ റിലേഷൻ നമുക്കത് എഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അത് ബൈലാറ്ററൽ റിലേഷൻ ആണ് നമുക്ക് ഒരു ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും പരസ്പരം അവരുടെ ഉന്നമനത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊതു താല്പര്യം എന്നാൽ നമുക്കൊരു അവർക്ക് ഈ രണ്ടുപേർക്കും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ അത് കൂടുതലായിട്ടും ട്രേഡ് ആയിരിക്കും, നമുക്ക് അറിയാം. ട്രേഡ് അല്ലെങ്കിൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്. പിന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാം. അതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ്. കാരണം ടെറർ ഫൈറ്റിങ്ങിന് വേണ്ടി ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാം. അതൊരു പക്ഷേ ഈവൻ ഇന്ത്യ ചൈന പോലും കാണുക ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ചിലപ്പോൾ ഇൻ്റലിജൻസ് ഷെയറിങ് ഒക്കെ നടത്താം. എന്നാലും ബൈലാറ്ററൽ റിലേഷൻസ് സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിൽ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാം, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാകും, ട്രേഡ് റിലേഷനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്ക് ബൈലാറ്ററൽ റിലേഷൻ പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും സഹായകരമായിട്ടുള്ള രീതിയിൽ ഇരു രാജ്യത്തെയും ജനങ്ങൾക്ക് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതുപോലുള്ള റിലേഷൻസിൽ ഏർപ്പെടും. ഒന്ന്. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല. ഇന്ത്യ ഫോർ എക്സാമ്പിൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നമുക്ക് ഇരു രാജ്യത്തിനും പ്രയോജനമുള്ള കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടാം. പക്ഷേ ഇരു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് എന്നുവെച്ചാൽ ഈ രാജ്യത്തിൻ്റെ സമ്മതമില്ലാതെ, അനുവാദമില്ലാതെ മറ്റൊരു രാജ്യത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടാൻ സാധിക്കത്തില്ല. അത് ബൈലാറ്ററൽ റിലേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ വരുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഫണ്ടമെൻ്റൽ ബൈലാറ്ററൽ റിലേഷൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്. നമുക്ക് അതെല്ലാവർക്കും അറിയാമെന്നാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇരു രാജ്യങ്ങൾ തമ്മിൽ ബൈലാറ്ററൽ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്കൻ തമ്മിൽ ബൈലാറ്ററൽ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ബേസ്ഡ് നമുക്ക് ഓക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ഇല്ലേ. മിലിറ്ററി റിലേഷൻ ഉണ്ട്, ട്രേഡ് റിലേഷൻ ഉണ്ട്, ഇക്കണോമിക് റിലേഷൻ ഉണ്ട്. പക്ഷേ എന്തിനാ തന്നെയും അമേരിക്കയെ പോലുള്ള രാജ്യം നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ പല രീതിയിൽ പല മേഖലകളിൽ ഇടപെടുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും. നമ്മുടെ
ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എപ്പോഴും താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഒളിഞ്ഞും തുളഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളിനെ അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ബിഗ് പവർ ആയതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവർക്കത് ചെയ്യാൻ സാധിക്കും. അവരെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടാൻ ആരും ആഗ്രഹിക്കത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ആ പവർ ഡിസ്പാരിറ്റി ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മളാരും ചെയ്യത്തില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സമ്മാനം അമേരിക്കയുടെ പക്കൽ നിന്നും കിട്ടുമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ബയലാറ്ററൽ റിലേഷൻസിൽ ഇങ്ങനെയുള്ള മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം, മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടാകണം. ഇരു രാജ്യത്തെയും ജനങ്ങൾക്ക് പരസ്പരം സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ കാര്യം ഫാക്ടേഴ്സിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ ബയലാറ്ററൽ റിലേഷൻസ് ഒക്കെ നമുക്ക് സ്ട്രോങ് അല്ലെന്ന് പറയാം. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നമുക്ക് പറയാം ബയലാറ്ററൽ റിലേഷൻസ് ഉണ്ട്, പക്ഷേ ഒരു കംപ്ലീറ്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് പിക്ചർ ഈസ് നോട്ട് കംപ്ലീറ്റ്. കാരണം നമുക്കറിയാം ചൈനയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ലാൻഡ് ഗ്രാബ് ചെയ്യാനും അല്ലെങ്കിൽ എൻക്രോച്ച് ചെയ്യാനും ഒക്കെ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. മറ്റ് പാകിസ്ഥാൻ്റെ കാര്യത്തിലും ചൈന പാകിസ്ഥാനെ ഹോൾസെയിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫുൾ ഫ്ലഡ്ജായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധൂർ സമയത്തും പാകിസ്ഥാന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചൈന കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബയലാറ്ററൽ റിലേഷൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം. അപ്പം ബയലാറ്ററൽ റിലേഷൻസ് അങ്ങനെ ഉള്ളതായിരിക്കണം തീർച്ചയായിട്ടും. അതിനകത്തിൽ മൂന്നാമതൊരു കക്ഷി ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ കാര്യങ്ങളെ സോൾവ് ചെയ്യാനുള്ള, മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവരുടെ സ്റ്റേറ്റിനുണ്ട് തീർച്ചയായിട്ടും തന്നെ. ഇപ്പോൾ ഏത് രാജ്യത്തിനായാലും ആർക്കും അങ്ങനെ ഈ പവർഫുൾ രാജ്യമായിരിക്കത്തില്ല, പക്ഷേ അവരുടെ കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പരിഹരിക്കാൻ കഴിയാൻ ഉള്ള കപ്പാസിറ്റി എല്ലാ സ്റ്റേറ്റിനും, എല്ലാ ഭരണകൂടത്തിനും, ലോകത്തുള്ള എല്ലാ രാജ്യത്തെ ഭരണകൂടത്തിനും തീർച്ചയായിട്ടും ഉണ്ട്. അവർ മോർ പവർഫുള്ളോ ലെസ് പവർഫുള്ളോ, മോർ പവർഫുള്ളോ അമേരിക്ക അല്ലെങ്കിൽ ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് ഇച്ചിരി വളരെ എന്താണ് പറയുന്നത് മെച്ചപ്പെട്ട സംവിധാനങ്ങളും സിസ്റ്റംസും ഒക്കെ ഉണ്ട്, റീച്ചും ഉണ്ട് ഉള്ളൊരു വ്യത്യാസമുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയെ പോലോ അല്ലെങ്കിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിസോഴ്സോ ലീഡർഷിപ്പോ ഇക്കണോമിക് റിസോഴ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ നെഗോഷിയേറ്റ് ചെയ്യാനും നമുക്ക് ബാർഗെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബയലാറ്ററൽ റിലേഷൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റും ലെസ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒട്ടുമേ കഴിവില്ല അല്ലെങ്കിൽ ഒട്ടുമേ അവർക്ക് ഒന്നിനും സാധ്യമല്ല എന്നുള്ള അവസ്ഥയൊന്നുമില്ല. അപ്പോൾ അതാണ് ബയലാറ്ററൽ റിലേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയും ബയലാറ്ററൽ റിലേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങളൊക്കെ തന്നെ, കാരണം പൂർണ്ണമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞാൽ ചില അല്ലറ ചില്ലറ ട്രേഡുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ചില ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനൽസ് എല്ലാം ഓപ്പൺ ആയിരിക്കാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും കട്ട് ഓഫ് അല്ല. അപ്പോൾ ബയലാറ്ററൽ റിലേഷൻസിൽ ചില ഘടകങ്ങളൊക്കെ ഇപ്പോഴും ലൈവാണ്, ഓപ്പണാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബയലാറ്ററൽ റിലേഷൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ കാശ്മീർ എന്നുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വിഷയം, അത് തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ഈ ഒരു വിഷയവും ഈ പറഞ്ഞ സെയിം ആംഗ്ലോ അമേരിക്കൻ പവേഴ്സിൻ്റെ ഡിസൈനാണ്, സ്കീമാണ്. അത് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആണ് ഈ പറഞ്ഞ പാകിസ്ഥാനെ ഉണ്ടാക്കിയതും ദെൻ അഗെയിൻ കാശ്മീർ എന്നുള്ള വിഷയം ഉണ്ടാക്കിയതും. രണ്ട്, സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന ഹോൾ റീജിയനെ, പാകിസ്ഥാനെ ഉണ്ടാക്കിയത് സെൻട്രൽ ഏഷ്യ എന്നുള്ള ഹോൾ റീജിയനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ നേടുക, റഷ്യയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ റഷ്യയും ചൈനയും തമ്മിൽ ഒന്നിച്ചു നിന്നിട്ട് ഈ വെസ്റ്റേൺ അപ്രമാദിത്വത്തെ തടയുക, അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും ചൈനയും ഇറാനും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഒത്തുകൂടിയിട്ട് അവർക്കെതിരെ ഈ വെസ്റ്റേൺ ഹെജിമോണിയെ തടയുക. അപ്പോൾ ഈ ലക്ഷ്യങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ഈ പറഞ്ഞ പാകിസ്ഥാനെ ഉണ്ടാക്കിയതും ഇസ്രായേലിനെ ഉണ്ടാക്കിയതും ചൈനയ്ക്ക് ചുറ്റിനും ഈ പറഞ്ഞ തായ്വാൻ, ജപ്പാനെ ഉണ്ടാക്കിയതല്ല, പക്ഷേ ഇതെല്ലാം ആംഗ്ലോ അമേരിക്കൻ ഇൻഫ്ലുവൻസിലുള്ള രാജ്യങ്ങളാണ് ശരിക്കും. വിയറ്റ്നാം, കൊറിയ, ഈ പറഞ്ഞ സ്റ്റേറ്റുകളൊക്കെ തന്നെ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ അതൊരു ജിയോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉള്ളതാണ്. കാരണം നമുക്ക് ഇത്രയും വർഷമായിട്ടും ഈ പ്രശ്നത്തെ നമുക്ക് ലഘൂകരിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനോ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉള്ളൊരു സംഗതി ആയതുകൊണ്ടാണ്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും
എന്ന് പറയുന്ന രാജ്യത്ത് ആത്മാർത്ഥമായിട്ട് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യയുടെ സൈഡിൽ നിന്നും നമ്മൾ തമ്മിലുള്ള വിഷയങ്ങൾ ബയലാറ്ററായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം. പിന്നെ ഇതെത്ര കാലമായിട്ട് ഇത് തുടരുന്നു, ഇനി നമ്മൾ തമ്മിൽ യുദ്ധങ്ങളൊന്നും വേണ്ട, ശത്രുതയൊന്നും വേണ്ട എന്ന് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ ഇരു രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾ തീരുമാനമെടുത്ത് ലീഡേഴ്സ് ഓക്കെയാണ്, അവരുടെ പിന്നെ ഈ പറഞ്ഞൊരു ലക്ഷ്യം സിൻസിയറാണ് എന്നും പറഞ്ഞ് അവർ ചർച്ചകൾ ആരംഭിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ വെടിവെപ്പോ അല്ലെങ്കിൽ അതിർത്തിയിൽ ഈ പറഞ്ഞ ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ ഇരു രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നല്ലൊരു ബോംബ് സ്ഫോടനമോ ബോംബ് എക്സ്പ്ലോഷനോ ഒക്കെ ഉണ്ടാവുകയോ അതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ പ്രോസസ്സിനെ ടോട്ടലായിട്ട് സബറ്റാഷ് ചെയ്യും എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കപ്പെടും. അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി പാകിസ്ഥാനിലെ ഒരു സിവിലിയൻ ഗവൺമെൻറ്റാണ് ഇതിന് സിവിലിയൻ ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഗവൺമെൻറ്റാണ് ഇതിന് പിന്നെ തീരുമാനമെടുത്ത്, എന്നുവെച്ചാൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ സൗഹൃദപരമാക്കാനും അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ തീരുമാനിച്ച് ഇന്ത്യയുമായിട്ട് ചർച്ചകൾ ആരംഭിക്കാൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡർ തയ്യാറാകുകയാണെങ്കിൽ ഒന്നുകിൽ പുള്ളിയുടെ കസേര തെറിക്കും, അല്ലെങ്കിൽ പുള്ളിയെ മിക്കവാറും ജയിലിലടച്ച് ഇമ്രാൻഖാൻ്റെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ പഴയ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ അവസ്ഥ, ബനസീർ ഭൂട്ടോയ്ക്കുണ്ടായ അവസ്ഥ. ബനസീർ ഭൂട്ടോ ഇന്ത്യയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനിടയിൽ മരിച്ചതല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെ ലീഡേഴ്സിന് അങ്ങനെയുള്ളൊരു ഫെയ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഏതെങ്കിലും ആർമി ലീഡർ, ആർമി ചീഫാണ് ഇതിന് മുൻകൈ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആർമി ചീഫിനും എന്നുവെച്ചാൽ അവരുടെ പട്ടാള മേധാവിക്കും ഇതുപോലെ ഒരു അട്ടിമറിയിൽ കൂടെ മറ്റൊരു പട്ടാള മേധാവി അവിടെ സ്ഥാനാരോഹണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചരടുകൾ വലിക്കപ്പെടുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നല്ല, അല്ലെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു പീസ് ഇനിഷ്യേറ്റീവോ അല്ലെങ്കിൽ ഒരു പീസ് പ്രോസസ്സോ ഫുൾ ഫ്ലഡ്ജായിട്ട് നടക്കുകയോ അതിൻ്റെ ഫലമായിട്ട് കാശ്മീർ ഇഷ്യൂ എന്നേക്കുമായി സോൾവ് ചെയ്യപ്പെടുകയോ ചെയ്യത്തില്ല. കാരണം ഇതിൻ്റെ ഡയമെൻഷൻ ജിയോപൊളിറ്റിക്കലാണ്. ജിയോപൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ബയലാറ്ററൽ അല്ലാത്ത, ഈ ഇരു രാജ്യങ്ങളുമല്ലാത്ത മൂന്നാമതോ അല്ലെങ്കിൽ അത് കൂടുതലോ ആൾക്കാർ ഇതിനകത്തിൽ ഇൻവോൾവ് ആണ്, അവർക്ക് ഇതിനകത്തിൽ സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, സ്റ്റാർട്ടിങ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് റഫായിട്ടൊരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് നടത്താം ഇതിനകത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് സ്റ്റേക്ക് ഉള്ളത്. ഈ റീജിയനിൽ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ എന്ന് പറയുന്ന കാശ്മീർ ഇഷ്യൂലൊക്കെ സ്റ്റേക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് കാശ്മീർ പിടിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ നമുക്ക് തൽക്കാലം ഒന്ന് സെറ്റ് അസൈഡ് ചെയ്യാം, ഒന്ന് മാറ്റി നിർത്താം. റഷ്യ നമുക്കെതിരെ നിൽക്കത്തില്ല എന്നുള്ളൊരു ഒരു ഹൈപ്പോത്തിക്കേഷൻ, ഒരു ഇമാജിനേഷൻ. പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബാക്കി പടിഞ്ഞാറൻ സഖ്യശക്തികളെല്ലാം തന്നെ, ഫ്രാൻസ് ഉൾപ്പെടെ, ചൈന, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഇതിനകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള രാജ്യമാണ്. ഇറാന്, സൗദി അറേബ്യ, ടർക്കി, UAE, ഖത്തറൊക്കെ ഇപ്പം പൊളിറ്റിക്കൽ മാപ്പിലേക്ക് വന്നാണ്. പണ്ടെന്ന് വരെ ഇത്രയും ശക്തരല്ലായിരുന്നു. ഇറാൻ, ഇറാഖ്, മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനൊപ്പം അണിനിരന്നിട്ട് ഇന്ത്യയെ ഇത് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 71 വാറിലൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ട് എതിർചേരിയിൽ പാകിസ്ഥാനോടൊപ്പം നിന്നാണ്. ഇപ്പോൾ ഒരു പാകിസ്ഥാനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സെനാറിയോ നമ്മൾ നോക്കുമ്പോൾ ടർക്കി ഒക്കെ പാകിസ്ഥാൻ്റെ, അസർബൈജാൻ, ടർക്കി, സൗദി, UAE ഒക്കെ തന്നെ പല രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ എന്നുള്ള മിലിറ്ററി സ്റ്റേറ്റ് കൊളാപ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ യൂണിലാറ്ററലായിട്ടൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിന് നമുക്ക് കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ഇത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയവും അതിനിടയ്ക്കുള്ള കാശ്മീർ എന്നുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബയലാറ്ററൽ ഇഷ്യൂ നമുക്ക് ഒഫീഷ്യലി ആണെങ്കിൽ തന്നെയും ഒരു ജിയോ പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. ഈ ജിയോ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ പ്രോഡക്റ്റാണ്. ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ബാലൻസ് ഓഫ് പവർ ഇതെല്ലാം ബ്രിട്ടൻ്റെ പ്രോഡക്റ്റാണ്. കാരണം അവർ ലോകത്തെ സ്പ്ലിറ്റ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും റൂൾ ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത അവരുടെ പൊളിറ്റിക്കൽ
അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഫിലോസഫിയാണ് ജിയോ പൊളിറ്റിക്സും ഒക്കെ ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പവറും ഒക്കെ തന്നെ. അതിപ്പോഴും ലോകത്ത് വളരെ ആക്റ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ഫിനോമിന പ്രതിഭാസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ ഇഷ്യൂസും ജിയോ പൊളിറ്റിക്കലാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള ഇറാൻ ഇറാഖ് വിഷയം ജിയോ പൊളിറ്റിക്കലാണ്. കാരണം ഇരു സൈഡിലും അണിനിരക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് ആയുധങ്ങൾ കൊടുക്കാനും. ഇപ്പം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഒരു രാജ്യത്തിന് പല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഇപ്പം നേരിട്ട് ആയുധങ്ങൾ കൊടുക്കാം, പണം കൊടുക്കാം, ഡിപ്ലോമാറ്റിക് ഹെൽപ്പ് കൊടുക്കാം, ലോജിസ്റ്റിക്സ് കൊടുക്കാം, മോറൽ സപ്പോർട്ട് കൊടുക്കാം, ഇല്ലേ? പിന്നെ ഇപ്പം മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസിൽ OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ കോൺഫറൻസിൽ ഏതെങ്കിലുമൊക്കെ അവിടെയുള്ള രാജ്യത്തിന് അവരുടെ മീറ്റിങ്ങിൽ പാകിസ്ഥാന് വേണ്ടി അവർക്ക് പിന്നെ ശബ്ദം ഉയർത്താം, അല്ലെങ്കിൽ ഇന്ത്യയെ എതിർത്തിട്ട് അവർക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സപ്പോർട്ടാണ് രാജ്യത്തിന് കിട്ടുന്നത്. ആയുധം മാത്രമല്ല, ആയുധം ലഭിക്കാം, പണം ലഭിക്കാം, ലോജിസ്റ്റിക്സ് ലഭിക്കാം. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള രാജ്യത്തിൻ്റെ ഇപ്പോൾ സൗദി അറേബ്യയുടെ എയർഫീൽഡ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ എയർബേസ് കൊടുക്കുക പാകിസ്ഥാന് വേണ്ടി, ഉദാഹരണമാണ് പറയുന്നത്. ഇതൊക്കെ ലോജിസ്റ്റിക്സ് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ചീപ്പായിട്ട് ഓയിൽ കൊടുക്കാം. യുദ്ധസമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമയത്ത് പാകിസ്ഥാന് വളരെ ചീപ്പായിട്ടുള്ള ക്രൂഡ് ഓയിൽ കൊടുക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ഹെൽപ്പ്, ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാം, ഡിപ്ലോമാറ്റിക് ഹെൽപ്പ് കൊടുക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഹെൽപ്പുകളുണ്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്ന. അതിലേതെങ്കിലുമൊക്കെ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിലാറ്ററൽ ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും, കാരണം ഇന്ത്യയുടെ നമ്മുടെ മിലിറ്ററി കപ്പാസിറ്റി വെച്ചിട്ട് പാകിസ്ഥാനെ നമുക്ക് ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യാനും കോൺകർ ചെയ്യാനും POK നമുക്ക് പിടിച്ചെടുത്ത് നമ്മളോട് മെർജ് ചെയ്യാനും നമുക്ക് ഈസിയായിട്ട് സാധിക്കും. നമുക്കതുകൊണ്ട് ഇറ്റ്സ് എ മാറ്റർ ഓഫ് എക്സ്പേർട്സ് പറയുന്ന ഒരു 14 days മുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ പാകിസ്ഥാൻ്റെ കണ്ടീഷനിൽ, പാകിസ്ഥാൻ വളരെ ഇക്കണോമിക്കലായിട്ട് വളരെ വീക്കായിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ, ഇന്ത്യയിലായിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾസ് ഉള്ള ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും, കാരണം 71 ഒരു ഇത്രയും പ്രശ്നങ്ങളില്ല, അവർ ഇതിനേക്കാളൊക്കെ നല്ല ശക്തമായിട്ടുള്ള രാജ്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സമയത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ, ഒരു ടോട്ടൽ ഡിഫീറ്റ് അല്ലെങ്കിൽ അവരെ കോൺകർ ചെയ്യാനും നമുക്ക് വേണേൽ POK പിടിച്ചെടുക്കാം. പക്ഷേ ഇത് നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ചൈന ഓഫ് കോഴ്സ് ഇതിനകത്തിൽ ഇൻവോൾവ് ആകും, ഈ പറഞ്ഞ രീതിയിലെല്ലാം തന്നെ. പിന്നെ അമേരിക്ക ഓഫ് കോഴ്സ് ഇതിനകത്തിൽ വിലങ്ങുതടിയായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ വന്നിട്ട് അമേരിക്ക പറയാൻ വെടിനിർത്തൂ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇൻ്റർഫിയർ ചെയ്യാം. ഇന്ത്യ അതിന് തയ്യാറ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്ത്യക്ക് മേലെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ഡയമെൻഷനിലാണ് ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ കാശ്മീർ ഇഷ്യൂ ഇൻ ഷോർട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും ഉഭയകക്ഷിപരമായിട്ട് അല്ലെങ്കിൽ ഉഭയകക്ഷി തലത്തിൽ നമുക്കിതൊരിക്കലും ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളൊരു അറ്റംപ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കമ്പൈൻഡായിട്ട് ഉണ്ടായി തന്നെയും ഇതിനെ നമുക്കറിയാത്ത പിന്നെ വളരെ രഹസ്യമായിട്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ള പിന്നെ ശക്തികൾ ഇതിനെ അട്ടിമറിച്ച് ഇരു രാജ്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ അവർ തീർച്ചയായിട്ടും ചെയ്യും. അത് നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ ഇതിൻ്റെ പുറമോട്ടുള്ള ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാമെന്നാണ് നമുക്ക്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിനിടയ്ക്കുള്ള കാശ്മീർ വിഷയം ഒരു ബയലാറ്ററൽ ഇഷ്യൂ അല്ല, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. കാരണം ഇതിനകത്തിൽ റോളുള്ള സ്റ്റേക്കുള്ള രാജ്യങ്ങൾ പലതാണ്. അമേരിക്ക മുതൽ ഇങ്ങോട്ടുള്ള ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തിൽ സ്റ്റേക്ക് ഉള്ളതാണ്. അവരൊന്നും ഒരിക്കലും ഇപ്പോൾ നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട്, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ എന്താ പറയുന്നത് ഘടന വെച്ചിട്ട്, ഭൗമരാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇന്ത്യക്കും പാകിസ്ഥാനും ഇത് ബയലാറ്ററലായിട്ട് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളിലെയും അധികാരവർഗ്ഗങ്ങൾ, അതാരും ആയിക്കോട്ടെ, അവർക്കും ഇതിനകത്ത് വലിയ താല്പര്യമില്ല. കാരണം അവരുടെ അധികാരം നിലനിർത്തുവാൻ ഈ ഒരു ഇന്ത്യക്ക് പാകിസ്ഥാനും പാകിസ്ഥാന് ഇന്ത്യയും അതിനിടയ്ക്കുള്ള കാശ്മീർ ഇഷ്യൂസും ഈ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള അധികാരവർഗത്തിനും ഇത് വളരെ സഹായകരമാണ്. പിന്നെ ഇതിൻ്റെ പേരിൽ നടത്തുന്ന ആയുധ കച്ചവടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിൻ്റ് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ജിയോ പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിൻ്റെയും അവരുടെ കൂടെ അണിനിരക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന
മറ്റുള്ള സ്റ്റേറ്റിൻ്റെയൊക്കെ തന്നെ താല്പര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരിക്കലും സോൾവ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയവും അതിനിടയ്ക്കുള്ള കാശ്മീർ വിഷയവും ഒരു ബയലാറ്ററൽ ഇഷ്യൂ അല്ല, അതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ സോൾവ് ചെയ്യപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.